വളരെ നല്ല പടമാണ്. പിന്നെ ഫുട്ബോൾ ആരാധകർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് നല്ല കേരള ജനങ്ങൾക്ക് ഈ പടവുമായി ബന്ധപ്പെട്ട് മെയിനായിട്ട് ലഹരിക്കെതിരെ ഉള്ള ഒരു പിന്നെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഫുട്ബോൾ കളി എന്താണ് നമുക്ക് ലഹരി ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് അതൊരു ലഹരി ആക്കാമെന്ന് നമുക്കൊരു മെസ്സേജ് കൊടുക്കും. അടിപൊളിയാണ്, നല്ല പടമാണ്. അത് ഉഷാറാവും, നല്ല പടമായി തീരട്ടെ. ലഹരി അത് ജനങ്ങൾക്കൊരു പാടാണത്. അതിന് നല്ലൊരു ഇതാണ്, നല്ല ഇതുണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും. ഞങ്ങള് പെരിന്തൽമണ്ണ. അല്ല, പ്രൊഡ്യൂസർ എന്റെ ആങ്ങളെയാണ്. പ്രേക്ഷകരോട് ഇത് കാണണം. പിന്നെ ഇതേപോലെ ഇപ്പൊ ഈ ലഹരിനെ പറ്റി എന്തിനും ഫുട്ബോളെ പറ്റിയൊക്കെ ഇതാക്കുകയാണെങ്കിൽ അതേപോലെ അതിന് നല്ലതാണ് എന്നൊക്കെ തന്നെ പറയുന്നത്. ഈ സിനിമ എന്ത് മെസ്സേജാണ് കേരള സമൂഹത്തിന് കൊടുക്കുന്നത്? ഇന്നത്തെ കാലത്ത് എന്താ ഓരോ വീടുകളിലും ഒരുപാട് പിള്ളേര് ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നുണ്ട്. മദ്യം ആയിക്കോട്ടെ, മയക്കുമരുന്ന് ആയിക്കോട്ടെ, അതിന് അടിമപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷെ ഓരോ നാട്ടിലും ഇങ്ങനെ ഓരോ ആളുകൾ ഉണ്ടെങ്കിൽ, നല്ലവരായ കുറച്ച് ജനങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നല്ലൊരു സംവിധാനമൊക്കെ കൊണ്ടുവന്ന് വന്നാൽ ഓരോ വീടുകളെയും രക്ഷിക്കാൻ പറ്റും എന്നാണ് എനിക്ക് പടം കണ്ടിട്ട് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഒരു മെസ്സേജ് ആയിട്ട് തോന്നിയത് തീർച്ചയായിട്ടും തോന്നി. കാരണം നമ്മള് ഇപ്പൊ ഈ ഒരു പടം നമ്മള് ജനങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് ലോകം നന്നാവണം എന്നില്ല. പക്ഷെ ഓരോ വീട്ടിലും ഓരോ ആളുകൾ നല്ലൊരു തീരുമാനം എടുത്താൽ, കാരണം നമ്മുടെ വീട്ടില് ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു തീരുമാനം ഓരോ അമ്മമാരും അച്ഛന്മാരും എടുത്താൽ മക്കളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ഒരു പ്രോജക്റ്റിലേക്ക് എങ്ങനെ എത്തിയത്? ഇന്ന് ആദ്യമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ ഷൗക്കത്തേക്കാണ് ഈ പടത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ നായകന്റെ പെങ്ങളായിട്ട് ഞാൻ ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത്. അല്ല, ഞാൻ ഒരു 4 മൂവി ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ കൊറോണദാവ് എന്നുള്ള പടമാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 2 പടം എന്റെ പ്രൊഡക്ഷനിൽ തന്നെ ജോമെട്രി, അതുപോലെ വിളിക്കൂ പരിസരത്തുണ്ടെന്നുള്ള 2 പടവും ചെയ്തു. അതിന്റെ VFX നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കൊച്ചി ടു മലബാർ എന്നുള്ള ഒരു പടം ചെയ്തു. പിന്നെ ചെയ്തതാണ് ബോളാഗോളം. ഇപ്പൊ ഞാൻ ഷൈൻ ടോൺ ചാക്കോയുടെ നായികയായിട്ട് തുടർച്ച എന്നുള്ളൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകര് എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. കാരണം നല്ലൊരു മെസ്സേജ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. കാരണം കുറെ പടങ്ങൾ ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്നുണ്ട്. കുറെ നല്ല നല്ല പടങ്ങൾ, നല്ല മെസ്സേജുകൾ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു പടമായിട്ട് ആണ് ഇതില് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. നല്ലൊരു മെസ്സേജ് ആണ്. കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരെ നമ്മളെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിന്നാൽ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ പടം കൊടുക്കുന്ന മെസ്സേജ്. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം ഒരു കോടിയോളം അടുത്തൊക്കെ ബഡ്ജറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. 1 കോടിയോളം ചെലവ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് 1 കോടി നമ്മൾ ബഡ്ജറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും അത്രത്തോളം നമുക്ക് വന്നിട്ടില്ലെങ്കിലും ഏകദേശം ആ ഒരു ലെവലിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു എക്സ്പെൻസീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അത്രത്തോളം വന്നിട്ടില്ലെങ്കിലും ഓരോ പിന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ചിലവുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷൻ ഏകദേശം മലപ്പുറം ഡിസ്ട്രിക്ട് തന്നെയായിരുന്നു. അതില് പിന്നെ കാപ്പ്, വെട്ടത്തൂര്, മേലാറ്റൂര് എന്നീ സ്ഥലങ്ങളിൽ ഭാഗങ്ങളിലായിരുന്നു. പെരിന്തൽമണ്ണ ഒക്കെ കേന്ദ്രീകരിച്ചായിരുന്നു. കേരള ജനതയ്ക്ക് ഏറ്റവും നല്ല മെസ്സേജ് ഇപ്പൊ നമ്മളെ എടുത്തു പറയാനുള്ള നല്ലൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ UDF സർക്കാർ, നമ്മളെ പുതിയ സർക്കാർ കൊടുക്കുന്ന തൂഫാൻ, ഈ തൂഫാൻ തന്നെയാണ് ഒരു പക്ഷേ ഈ ബോളാഗോളം എന്ന സിനിമ. അതിലുപരി നമ്മളോടൊപ്പം ഇപ്പോൾ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ വേൾഡ് കപ്പ് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, നമ്മൾ ഒരു പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വേൾഡ് കപ്പ് തന്നെ നമ്മൾ തൽക്കാലം മാറ്റിവെക്കും. അത്രത്തോളം രസകരമായിട്ടില്ല. എന്താണെങ്കിലും ഇതൊരു പിന്നെ ക്ലബ്ബുകളിനെ സംബന്ധിച്ച്, ഒരു ക്ലബ്ബിലൊരു ഫുട്ബോളറാണെങ്കിലും സംബന്ധിച്ച്, ടീം മാനേജർ ആണെങ്കിലും
കോച്ചിനൊക്കെ സംബന്ധിച്ച് ഈ ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഏകദേശം ഒരു 50ഓളം തിയേറ്ററിൽ ഇപ്പോൾ നമ്മൾ ജൂലൈ 3-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പടം കാണാൻ പ്രേക്ഷകരുടെ അടുത്ത് ലാസ്റ്റ് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പിന്നെ ഫാമിലിയുമായിട്ട് മൊത്തം, അതായത് നിങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ നമുക്കറിയാലോ ഓരോ ആളുകളും ഇപ്പോൾ ഈ പിന്നെ ലഹരിക്കെതിരെ കുട്ടികളൊക്കെ അഡിക്റ്റ് ആയി പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്കൊക്കെ, അതായത് സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും കോളേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെസ്സേജും കൂടിയാണ് ഗോളാഗോളം എന്ന സിനിമ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫാമിലിയുമായിട്ട് വന്ന് ഈ സിനിമ കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്.